തിലകൻ എന്ന നടനെ പല വേഷങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ക്രൂരനായ വില്ലനായി നമ്മൾ കണ്ടിട്ടുണ്ട്, തമാശ നിറഞ്ഞ വില്ലനായി നമ്മൾ കണ്ടിട്ടുണ്ട്, പലതരത്തിലുള്ള അച്ഛൻ കഥാപാത്രങ്ങളായി നമ്മൾ കണ്ടിട്ടുണ്ട്, സ്നേഹനിധിയായ മുത്തച്ഛനായി അദ്ദേഹം വന്നിട്ടുണ്ട്. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത വിധം തരം കഥാപാത്രങ്ങൾ. പക്ഷേ തിലകൻ എന്ന പേര് കേൾക്കുമ്പോൾ അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങൾ എപ്പോഴും സിനിമയിലെ മറ്റേതൊരു കഥാപാത്രത്തെക്കാളും പ്രായം കൊണ്ട് അല്ലെങ്കിൽ സിനിമയിലെ പ്രാധാന്യം കൊണ്ട് ഒന്നുകിൽ ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ മേലെയായിരിക്കും. എന്നാൽ അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു അനുസരണയുള്ള കുട്ടിയായി അദ്ദേഹം നിന്ന ഒരേ ഒരു കഥാപാത്രം അതായിരുന്നു ഗോഡ് ഫാദറിലെ ബാലരാമൻ. തിലകൻ എന്ന നടൻ ഒരാളുടെ മുന്നിൽ ഒതുങ്ങി നിൽക്കുന്നതും അനുസരണയോടെയും ബഹുമാനത്തോടെയും പെരുമാറുന്നത് നമ്മൾ കണ്ടിട്ടുള്ള ഏക സിനിമ ഒരുപക്ഷെ അതിതായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ വിനയവും അനുസരണയും ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ അച്ഛനായ അഞ്ഞൂറാനോട് മാത്രം. അല്ലാത്ത പക്ഷം ആ കഥാപാത്രത്തിന്റെ പവറിന് യാതൊരു കുറവുമില്ല. അച്ഛനോട് എന്നും ലോയലായിരിക്കുന്ന ഒരു മകൻ. അച്ഛനെതിരെ നിൽക്കുന്നത് സ്വന്തം സഹോദരങ്ങളാണെങ്കിലും അവർക്കെതിരെയും ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന മകൻ. എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും സ്വന്തം സഹോദരങ്ങളെ മറ്റൊരാൾ ആക്രമിക്കുകയാണെങ്കിൽ അവിടേക്ക് ഓടിയെത്തുന്ന ചേട്ടൻ. ആൻഡ് ഗോഡ് ഫാദർ എന്ന ആ ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ഫാമിലി എന്റർടൈനർ പടത്തിലെ ഏറ്റവും മാസ് ആയിട്ടുള്ള സീനും ഇദ്ദേഹത്തിന്റെ പേരിലായിരുന്നു. ആനപ്പാറയിലെ ഗേറ്റ് തള്ളി തുറന്ന് അവരുടെ വീട്ടുമുറ്റത്ത് ചെന്ന് എല്ലാ വില്ലന്മാരെയും ഒറ്റയ്ക്ക് വെല്ലുവിളിക്കുന്ന സീൻ. ആകെ മൊത്തം പറഞ്ഞ ലോയൽറ്റിയും അനുസരണയും പവറും ഒക്കെ ഒത്തുചേർന്ന അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു ഹെവി വെയിറ്റ് കഥാപാത്രം അതായിരുന്നു ബാലരാമൻ.